ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2014 മെയ് 13 ബ്രയൻ സിംഗർ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു മാർവൽ ചിത്രമാണ് എക്സ്മാൻ സീരീസിലെ 7ാമത്തെ സിനിമയായ എക്സ്മാൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന ചിത്രം. ചിത്രത്തിൻ്റെ പ്രധാന കഥയെന്ന് പറയുന്നത് ഭൂതകാലത്തു നിന്നും ഭാവി കാലത്തേക്ക് മ്യൂട്ടൻസിനെയും മനുഷ്യരാശികളെയും തകർക്കാൻ വേണ്ടി ഒരു അമാനുഷിക റോബോട്ട് ശക്തികളാണ് വരുന്നത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയാണ് പ്രൊഫസർ എക്സും മെഗനറ്റോയും. അപ്പം 1970 മുതലാണ് ഇതിനുള്ള കാരണം ഉണ്ടാകുന്നത്, അഥവാ ഭൂതകാലത്തു നിന്നാണ് ഇതിൻ്റെ കാരണം ഉണ്ടാകുന്നത്. മിസ്റ്റിക് എന്ന് പറയുന്ന ഒരു മ്യൂട്ടൻ ഒരു പ്രൊഫസറും ആയ ഒരു പ്രസിഡൻറ്റുമായ ബൊലിവർ എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിനുള്ള കാരണമാണ് ഇതിന് ഭവിഷ്യത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെതിരെ ആ പാസ്റ്റിനെ ശരിയാക്കിയാൽ മാത്രമേ ഫ്യൂച്ചറിനെ നേരിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മിസ്റ്റിക്കിനെ ആ കൊലപ്പെടുത്തുന്നതിന് തടയാൻ വേണ്ടി വൂൾവെറിനെ 1973 പറഞ്ഞിരിക്കുകയാണ് ഈ പ്രൊഫസർ എക്സും മെഗനറ്റോയും ചേർന്ന്. അങ്ങനെ ആക്കിയാൽ അവരെ തടഞ്ഞാൽ മാത്രമേ ഫ്യൂച്ചർ നമുക്ക് സേഫായിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ള കഥയാണ് സിനിമയിലൂടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ടൈം ട്രാവലും നല്ല ഫാൻറ്റസിയും നല്ല ആക്ഷൻസും അടങ്ങിയിട്ടുള്ള നല്ലൊരു സിനിമയാണ് എക്സ്മാൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന ചിത്രം. എക്സ്മാൻ സീരീസിൽ അത്യാവശ്യം കളക്ഷൻ നേടിയ സിനിമയും കൂടെയാണ് ഈ സിനിമ. അപ്പം അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. ഉൾവേറിൻ എന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ കൂടെയാണ് എക്സ്മാൻ 7 എന്ന് പറയുന്നത് ചിത്രം. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലുണ്ട്, യൂട്യൂബിലുണ്ട്, ആമസോൺ പ്രൈം വീഡിയോ വഴിയുണ്ട്, ആണെങ്കിൽ ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് എക്സ്മാൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന ചിത്രം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കൂടിയാണ്. ഇതിൽ ടൈം ട്രാവലും അത്യാവശ്യം അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഗ്രാഫിക്സ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓരോ ഗ്രാഫിക്സ് ആയാലും നല്ല പ്രത്യേക പണിയെടുത്തിട്ടുള്ള ഒരു സിനിമ കൂടെയാണ് ഈ സിനിമ. അപ്പോൾ എല്ലാം കൊണ്ടും നോക്കുമ്പോഴും ഒരു അടിപൊളി ഓൾറൗണ്ട് സിനിമ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഉൾവറിൻ്റെ ഒരു ധൈര്യവും ആ ഹീലിംഗ് പവറും ആ ക്യാരക്ടറിൻ്റെ ഒരു ഗാംഭീര്യം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. അപ്പം തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് എക്സ്മാൻ ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന ചിത്രം. കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക, അതിനുള്ള കാരണവും പറയുക. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.